ഒരു ദിവസം വൈകിപ്പോയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അത് വി.ഡി. സതീശൻ എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് വൈസ് ചാൻസലർമാർ കേരളത്തോട് മാപ്പ് പറയണം എന്നാണ്. ഇനി അവരെ വല്ല ഉപ്പുകല്ലയിലൊക്കെ നിർത്തി മുട്ടിൽ നിർത്തണോ എന്നുള്ളതൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ അവരൊക്കെ കൂടി മാപ്പ് പറയണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ മാപ്പ് പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RSSൻ്റെ ഒരു 100ാം വാർഷിക പരിപാടിയുമായി ബന്ധപ്പെട്ട് മോഹൻ ഭഗവത് പങ്കെടുക്കുന്ന ചടങ്ങിൽ ഇവരെല്ലാം പങ്കെടുത്തു എന്നുള്ളതാണ്. ആ പങ്കെടുത്തു, ഇവർക്ക് മുൻനിരയിൽ തന്നെ സീറ്റ് കിട്ടിയിരുന്നു. അതിൽ ഏറ്റവും ആദ്യത്തെ ആൾ ഒരു സംഘപരിവാർ ആൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിട്ടുള്ള മോഹനൻ കുന്നുമ്മേലാണ്. അദ്ദേഹമാണെങ്കിൽ യഥാർത്ഥത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ ഒരു ഭൃത്യനെ പോലെയാണ് അദ്ദേഹം പെരുമാറുന്നത്. അദ്ദേഹമാണ് ഭാരതാംബ വെക്കാനും അതുപോലെ തന്നെ മറ്റു പല പരിപാടികൾക്കൊക്കെ നേതൃത്വം കൊടുത്തത് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ദുരൈപാണ്ടി മാവൂദ് എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഈ നമ്മുടെ എറണാകുളത്ത് തന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ ഡയറക്ടറായിട്ട് നയിച്ച ഒരാളാണ്. അദ്ദേഹം ഒരു തമിഴ്നാട്ടുകാരനാണ്. പക്ഷേ വർഷങ്ങളായിട്ട് അദ്ദേഹം കേരളത്തിലാണുള്ളത്. അദ്ദേഹം PhD കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ഈ ദുരൈപാണ്ടി മാവൂദും അവിടെ സന്നിഹിതനായിരുന്നു. ഇതിൽ രണ്ടിലും നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നേണ്ട കാര്യമില്ല. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന CR പ്രസാദും അദ്ദേഹവും അവിടെ സന്നിഹിതനായിരുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള ഒരാളാണ്. ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് അദ്ദേഹം നിയമിക്കപ്പെട്ട ഒരാളാണെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ അദ്ദേഹവും ഇപ്പോൾ റിട്ടയറൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും കിട്ടപ്പോരണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തായിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പരിപാടിയിലൊക്കെ പങ്കെടുക്കേണ്ടത് ഇത്ര വലിയ ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനു മുമ്പ് 2016 ഒരു പ്രധാന പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അത് നിങ്ങളാരും വലിയ വിഷയമാക്കിയില്ലല്ലോ എന്നൊക്കെ ചില യൂട്യൂബ് ചാനലുകളൊക്കെ നടത്തുന്ന ആളുകളൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. 2016 പങ്കെടുത്തത് മറ്റൊരു പരിപാടികളിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കുഫോസിൻ്റെ അടക്കമുള്ള വൈസ് ചാൻസലർമാർ പങ്കെടുത്തിരുന്നു. ആ കുഫോസിൻ്റെ വൈസ് ചാൻസലർ അടക്കമുള്ള ആളുകൾ ഞാൻ പങ്കെടുത്തത് ഒരു വൈജ്ഞാനിക പരിപാടിയിൽ മാത്രമാണെന്നും അല്ലാതെ അവിടെ ഒരു സംഘപരിവാറിൻ്റെയൊക്കെ ഒരു പരിപാടിയായി അതിനെ കണ്ടിട്ടില്ല എന്നുമൊക്കെയുള്ള വളരെ വിശദമായിട്ടുള്ള കുറിപ്പുകൾ അദ്ദേഹം ഇട്ടിരുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം അവിടുത്തെ ഒരു ഇടതുപക്ഷ സംഘടനയുടെ പ്രവർത്തകൻ കൂടിയായിരുന്നു എന്നുള്ളതൊക്കെ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോൾ നിലനിൽക്കുന്ന യഥാർത്ഥ കാര്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി നിസ്സാരമായിട്ടുള്ള ഇഷ്യൂസ് ഉയർത്തി കാണിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴുള്ള രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ തവണ ഈ പറയുന്ന MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി ദുരൈപാണ്ടി മാവൂദിനെ ഏകപക്ഷീയമായി ഗവർണർ നിയമിച്ചു. ആ നിയമിച്ചതിൽ കേരള ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ നിലപാട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള രാഷ്ട്രീയമൊന്നും അറിയാത്ത റോജി M. ജോൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഗവർണറുമായിട്ട് ഉടക്കുണ്ടാക്കാൻ താല്പര്യമില്ലെന്നാണ്. നിങ്ങളാണ് ഈ കേരളത്തിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ വെക്കേണ്ടത് എന്ന് പറയുന്ന ബോധ്യം പോലും അദ്ദേഹത്തിനില്ല, ബോധവുമില്ല. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അങ്ങനെ ആ സ്ഥാനത്തേക്ക് വേറെ ആരെങ്കിലും എടുത്തു വെച്ചാൽ നിങ്ങൾ ഉടക്കണം, നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയണം. അത് പറയാതെ ഫേസ്ബുക്കിൽ വന്ന് ഇത്തരത്തിലുള്ള ഡയലോഗുകൾ എഴുതിയിട്ട് കാര്യമില്ല മിസ്റ്റർ പുക്കി മുഖ്യമന്ത്രി എന്നാണ് എനിക്ക് താങ്കളോട് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. അതുപോലെ റോജി M. ജോണിനോടും. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തെ ആക്കിയത് ഒന്നാമത്തെ തെറ്റ്. ഇനി അടുത്തത്, MG യൂണിവേഴ്സിറ്റിയിലേക്ക് ആകെ 30 പേര് സെൻറ്ററിലേക്കുള്ളതിൽ അതിൽ 19 പേരെയും ഏകപക്ഷീയമായി ഗവർണർ നിയമിച്ചിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. കൂടാതെ സബ്ജക്റ്റ് എക്സ്പെർട്ടുകളായിട്ടുള്ള നിരവധി ആളുകൾ SD കോളേജിൽ നിന്നടക്കം എടുത്തു വെച്ചുകൊണ്ട് സംഘപരിവാർ ബന്ധമുള്ള ആളുകൾ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സിലബസ് അടക്കമുള്ള കാര്യങ്ങളിൽ അവരുടെ ഈ പറയുന്ന പോലെ വലിയ സ്വാധീനമുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഏകപക്ഷീയമായി കേരളത്തിലെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ നേതാവായിട്ടുള്ള ഹാർഡ് കോർ സംഘപ്രവർത്തകനായിട്ടുള്ള ഒരു ഗവർണർ ഇരുന്ന് വൈസ് ചാൻസലർ എന്ന് പറയുന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് നടത്തുമ്പോൾ പ്രിയപ്പെട്ട ഇവിടെയുള്ള കോൺഗ്രസ്സുകാരോടും UDFകാരോടും എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്നാണ്. ഇനി അവരെക്കാൾ കൂടുതൽ എനിക്ക് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരെ പിന്തുണക്കുന്ന മുസ്ലിം ലീഗിനോടും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയോടും ഒക്കെയാണ് നിങ്ങളുടെ നിലപാട് എന്താണ് എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് വലിയ ചങ്ങാത്തം ഇവർ തമ്മിലുണ്ട് എന്നുള്ളതാണല്ലോ, CPM അതുപോലെ തന്നെ BJPയും തമ്മിൽ. പക്ഷെ അതിനേക്കാളൊക്കെ വളരെ വാശിയോടുകൂടി സംഘപരിവാർ
ഈ കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഓക്കെ, ഇനിയിപ്പോൾ യോഗത്തിൽ പങ്കെടുത്തു, അവിടെ ഞങ്ങൾ വെറുതെ കേൾവിക്കാരായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അത് പോട്ടെ, കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. പക്ഷേ ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ നിലപാടുകൾ എന്താണ്? ഇതിനെതിരെ നിങ്ങൾ വിമർശനം ഉന്നയിക്കണ്ടേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇതുപോലെയുള്ള നൂറുകണക്കിന് കൊച്ചു കൊച്ചു സംഭവങ്ങൾ ഇനിയും വരാനുണ്ട് പുറത്തേക്ക് എന്നുള്ളത് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് നമ്മുടെ സർവകലാശാലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷെ അതിനെയൊന്നും നിയന്ത്രിക്കാൻ ഈ ഗവൺമെന്റിന് ഇച്ഛാശക്തി ഇല്ലെങ്കിൽ പിന്നെ എന്ത് ഗവൺമെന്റാണ്? ഇതിൽ റോജി എം ജോൺ പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഗവർണറുമായിട്ട് ഞങ്ങൾക്കൊരു തർക്കമുണ്ടാക്കാൻ താല്പര്യമില്ല, ആവശ്യമുള്ള കാര്യങ്ങളിൽ തർക്കിക്കണം, അത് നിലപാടുകളിൽ തർക്കമില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യണം? BJP-യിൽ ചേർന്ന് ഒരേ രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് വർക്ക് ചെയ്യണം. ഇനി രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് ഇത് മുൻ ഗവൺമെന്റിന്റെ പ്രശ്നമാണെന്നാണ്. മുൻ ഗവൺമെന്റിന്റെ പ്രശ്നമാണെങ്കിൽ ആ മുൻ ഗവൺമെന്റ് തീരുമാനം റദ്ദ് ചെയ്യാനുള്ള അവകാശം ഇപ്പം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ അവകാശം എടുത്തുകൊണ്ട് നിങ്ങൾ ഇതിൽ എന്ത് നിലപാടാണ് എടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അല്ലാതെ ഇതിനെതിരെ ഒന്നും വാതുറന്ന് വർത്തമാനം പറയാതെ, കൃത്യമായിട്ടുള്ള അഭിപ്രായം പറയാതെ, കോൺഗ്രസ് പാർട്ടി ഏതാണ്ട് അഖിലേന്ത്യാ തലത്തിൽ കാണിക്കുന്നത് പോലെ എക്സിൽ വന്ന് പോസ്റ്റ് ഇടുന്നത് പോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനും കേരള FE പോസ്റ്റ് ഇട്ട് കളിച്ചാൽ പോരാ. ഇത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള, നിങ്ങളുടെ രാഷ്ട്രീയം പറയേണ്ട സ്ഥലത്ത് മൗനമായിട്ടിരിക്കേണ്ട രാഷ്ട്രീയത്തിൻ്റെ കീഴ്പ്പെടലുകളുടെ ഈ പറയുന്ന ഉദാഹരണമാണ് എന്നുള്ളതാണ് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്. നിങ്ങളുടെ കമൻറ്റുകൾ കൂടി കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.